മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ലോകം എങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും മരങ്ങളോടും സർവ്വജീവജാലങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇത് നിരവധി തവണ വായിക്കുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈറോഡിനടുത്തുള്ള സെയ്മൂർ എന്ന സ്ഥലത്ത് ഒരു സുവിശേഷ യോഗത്തിൽ വചനോത്സവം തമിഴ്നാട്ടിൽ കൊണ്ട് വിതരണം ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലെ ചെവൂരിലുള്ള സഹോദരൻ പിയൂസും ടീമംഗങ്ങളും ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഞാൻ പലപ്പോഴും അവരുടെ കൂടെ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് വചനോത്സവം വിതരണം ചെയ്യാൻ പോകാറുണ്ട്. അങ്ങനെ പോയതാണ് സെയ്മൂർ എന്ന ഗ്രാമത്തിലേക്ക് കടന്നില്ല. അങ്ങനെ അവിടെ ചെന്ന് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ അവിടെ തെരുവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തിന്റെ അവസാനത്തോട് വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം കൺക്ലൂഡ് ചെയ്തത്. ഇപ്പൊ തമിഴിലാണ് ഒരു പാട്ടുണ്ട്, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും വിശ്വാസി പതറാതെ എന്നൊരു പാട്ടുണ്ട്. ഈ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ഞങ്ങൾ പ്രയർ മീറ്റിംഗ് അവസാനിപ്പിച്ചത്. ഈ അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ട് സമയത്ത് ഒരു വയസ്സായിട്ടുള്ള ഒരു പാട്ടി എന്നാണ് തമിഴിൽ പറഞ്ഞത്. ഈ പാട്ടി വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ആ ഏരിയയിൽ മുഴുവൻ ഇങ്ങനെ കുടിലുകൾ പോലത്തെ വീടുകളാണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ കൊമ്പിട്ടിട്ട് മാത്രം അകത്ത് കിടക്കാൻ പറ്റും. ഞങ്ങൾ ഏകദേശം 10ഓളം വോളണ്ടിയേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അവർ പല പല വീടുകളിലേക്ക് ഓരോരുത്തരും ഓരോ വീടുകളിലേക്ക് പോയ പോലെ ഈ പട്ടിയുടെ കൂടെ ഞാൻ അവരെ വീട്ടിച്ചു. മീൻസ് അവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരെ കോമ്പൗണ്ട് കടന്ന് ഈ ഓലക്കൊടിലിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ ചെന്ന സമയത്ത് പട്ടി എന്നോട് പറഞ്ഞു, വീട്ടിലല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇവിടെയാണ് പ്രാർത്ഥിക്കുക എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഓലക്കൂര, ആ ഓലക്കൂരയിൽ ഒരു എരുമ അവിടെ കിടക്കുകയാണ്. ഈ എരുമയുടെ 2 കാലും മുമ്പിലും 2 കാലും പിന്നിലും വലിയ വയർ. ഈ എരുമ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചുരുക്കം ഇതാണ്, ഈ എരുമ 7 മാസം ഗർഭിണിയാണ്. തൊഴുത്തിൽ എങ്ങനെയോ കാല് വഴുതി വീണ സമയത്ത് ഈ എരുമയുടെ 2 കാലും മുന്നോട്ട് പോയി, 2 കാലും പിന്നോട്ട് പോയി. എരുമയ്ക്ക് എഴുന്നേറ്റാൻ പറ്റുന്നില്ല. അവിടെയുള്ള ആളുകൾ ഇതിനെ പൊക്കാനൊക്കെ ആയിട്ടുള്ള പല ശ്രമങ്ങളും നടത്തി. അപ്പോൾ കുഞ്ഞ് മരിക്കും ചെയ്യരുതില്ല, അങ്ങനത്തെ അല്ലേ ചെയ്യാൻ പറ്റൂ. അവസാനം ഏകദേശം ഈ റോഡിന് 60-നും 40-ന്റെ ഇടയിൽ നല്ല ദൂരമുണ്ട്. ഈ റോഡാണ് ഈ മൃഗ ഡോക്ടറുള്ള സ്ഥലം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ എരുമയെ വണ്ടിയിൽ കയറ്റി അവിടെ കൊണ്ടുവരിക. അവിടെ കൊണ്ടുവന്നിട്ട് ഒന്നല്ലെങ്കിൽ ഇതിനൊരു സർജറി നടത്താം, അതല്ല സർജറി നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനെ എന്തോ ട്രിപ്പോഡോ ഇങ്ങനെ 4 കാലുള്ള ഒരു സ്ഥാനത്ത് കമ്പിയുമേ ചെയിനൊക്കെ വെച്ച് കയറ്റി വൈക്കോലൊക്കെ വെച്ച് പാക്ക് ചെയ്ത് ഇങ്ങനെ കെട്ടി നിർത്താം. പ്രസവം വരെ വെയിറ്റ് ചെയ്യാം. പ്രസവം കഴിയുമ്പോൾ ഇത് കാല് ചിലപ്പോൾ ശരിയാവും എന്നൊരു പരീക്ഷ നടത്തി നോക്കാം. കാലുമേയും സപ്പോർട്ട് പോലെയൊക്കെ കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് എരുമയ്ക്ക് കിടക്കാനായിട്ട് ഈ വിഞ്ചൊക്കെ വെച്ചിട്ട് ഇത് താഴ്ത്തുകയും പൊക്കുകയൊക്കെ ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10,000 രൂപ ഉണ്ടെങ്കിലാണ് ഈ പരിപാടി നടക്കുക. അതുകൊണ്ട് ഈ റോഡിന് കൊണ്ടുപോകാന്നുള്ള ശ്രമം ഉപേക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ അവിടെ ഈ ഊര് മൂപ്പൻ തലൈവർ എന്നൊക്കെ പറഞ്ഞ് ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ ചില പരിപാടികളുണ്ട് ഗ്രാമപ്രദേശം, അവര് കൂടി തീരുമാനിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ വർക്ക്ഷോപ്പിൽ നിന്ന് പോയിട്ട് ഒരു 4 കാലുള്ള ഇരുമ്പിന്റെ പൈപ്പൊക്കെ വെച്ച് വെള്ളി ചെയ്ത് സാധനം ഉണ്ടാക്കി ചെയിനൊക്കെ കൊണ്ടുവന്നു അതുമ്മ ഹോസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ ചാക്കും പഞ്ഞിയും വൈക്കോലൊക്കെ ഇട്ടിട്ട് ഈ എരുമയുടെ വയറിന് ചുറ്റും കെട്ടി ഈ എരുമേനെ എഴുന്നേൽപ്പിച്ച് നിർത്താം. പക്ഷെ അതിനും കണക്കൂട്ടി കഴിഞ്ഞപ്പോൾ ഈ സാധനം വിലയ്ക്ക് മേടിക്കണം, 3 മാസത്തോളം ഉപയോഗിക്കണം, വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ മുതലാവില്ല. അതുകൊണ്ട് കണക്കൂട്ടി കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ 10,000 രൂപയ്ക്ക് തന്നെ ഇത് ചെലവ് വരും. ആ സമയത്ത് ഈ റോഡിലുള്ള ഈ ഇറച്ചി കച്ചവടക്കാർ വന്നിട്ട് ഇത് 5,000 രൂപയ്ക്ക് ഇതിനെ ചോദിച്ചു. അപ്പൊ ഈ അമ്മാമ്മയ്ക്ക് ഇതിനെ കൊല്ലാനായിട്ട് തീരെ താല്പര്യമില്ല. ഇവിടെ വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നതൊക്കെ വലിയ പ്രസംഗം കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനായിരുന്നു അന്നത്തെ മുഖ്യ പ്രാസംഗികനായതുകൊണ്ട് എന്നോട് പറഞ്ഞു ഈ എരുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ അതുവരെ മനുഷ്യന്മാർക്ക് വേണ്ടിയേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, എനിക്ക് വേണ്ടി ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആകെ ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പം എന്തായാലും വന്ന് പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ എരുമയുടെ അടുത്തേക്ക് ചെന്ന വഴിക്ക് തന്നെ എരുമ കിടക്കുകയാണ്. പക്ഷെ ചാണകമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അതിൻ്റെ വാലോണ്ട് ഒരൊറ്റയടി എൻ്റെ മേത്ത് ചാണം കൊണ്ട് എന്നെ കുളിപ്പിച്ചു. ആ കുളിപ്പിച്ച് കഴിഞ്ഞ് എന്തായാലും പ്രാർത്ഥിക്കണമല്ലോ എന്ന് വെച്ചിട്ട് എരുമയുടെ അടുത്ത് ചെന്നു. സാധാരണ ഇതിൽ ആളുകളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് എരുമയുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കാൻ പറയാനുള്ളൂ, ഈ എരുമയ്ക്ക് സൗഖ്യം കൊടുക്കണമേ, ഈ എരുമ സുഖമായി പ്രസവിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോകുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഈ എരുമ ഇവിടെ കിടന്ന് ചാവുകയുള്ളൂ എന്നുള്ള ധാരണയിലാണ് ഞാൻ തിരിച്ചു പോരുന്നത്. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥനയൊക്കെ നടത്തി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എതിർചിന്ത നടക്കുകയാണ്, ഇത് എരുമ ഇവിടെ കിടന്ന് ചാവുകയുള്ളൂ, മിക്കവാറും അത് ഇങ്ങോട്ടുള്ള അവസാനത്തെ യാത്രയാണെന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഒരു 7 മാസത്തിന് ശേഷം വീണ്ടും ഇതേ ഗ്രാമത്തിൽ വചനോത്സവമായിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായി. ഞാൻ വചനോത്സവം കൊണ്ട് പോകുന്ന സമയത്ത് എവിടേക്കാ പോണേന്ന് ചോദിക്കും. എന്തെങ്കിലും തിക്താൻ പോലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ അവരോട് പറയുകയും ചെയ്തു, സെയ്മൂർക്കാണെങ്കിൽ ഞാൻ വരുന്നില്ല. അപ്പോൾ ആ സെയ്മൂരുള്ള പാർട്ടി നിന്നെ എപ്പോഴും അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ ഈ കൂടെ വരുന്ന ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം അന്ന് ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു 7 മാസത്തിന് ശേഷം വീണ്ടും പോകാനിടയായ സമയത്ത് എന്നെ കണ്ട വഴിക്ക് പാർട്ടി വന്നു പറഞ്ഞു വീട്ടിൽ വരണം പറഞ്ഞു. എനിക്കാണെങ്കിൽ ആകെ വിഷമായി. ഇതെന്താ ഉണ്ടായെന്നുള്ളത് പിന്നീടുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുമില്ല. അവിടെ ചെന്ന വഴിക്ക് തന്നെ എന്നെ എരുമയുടെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. ഞാൻ നോക്കുന്ന സമയത്ത് എരുമ എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു എരുമ കുട്ടി അവിടെ നിൽക്കുന്നു. പാട്ടിയാണെങ്കിൽ ഭയങ്കര ചിരി. അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, പാട്ടി എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പൊ പാട്ടി എന്നെ കൊണ്ടുപോയതെന്ന് വെച്ചാൽ എരുമയുടെ പാല് തിളപ്പിച്ച് കുറച്ച് പാല് എനിക്ക് തരണം, അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പൊ എന്താ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാട്ടി പറഞ്ഞതെന്ന് വെച്ചാല്, ഞാൻ എല്ലാ ദിവസവും നിങ്ങൾ പോയതിനു ശേഷം പ്രാർത്ഥിച്ചു. അപ്പൊ എങ്ങനെ പ്രാർത്ഥിച്ചു? ഇവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണ്, എഴുത്തും വായന അറിയാത്ത ആളാണ്, കേട്ട് ഉള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങൾ പോയതിനു ശേഷം എല്ലാ ദിവസവും കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം ഞാൻ ഈ എരുമയുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അൻപേ കടവുളെ എനിക്ക് ജപിക്കാൻ தெரியாது, എന്താ കേരളക്കാരൻ ദാടി വെച്ച ബ്രദർ ജപിച്ച പോലെ ഞാൻ ജപിക്കുകയും എന്നെ മാട്ടുക്ക് നോയി മാറ്റി ഗുണമാക്കണേ എന്നൊക്കെ പറഞ്ഞ് അവരുടേതായിട്ടുള്ള ഭാഷയിൽ പ്രാർത്ഥിച്ചു. എരുമയുടെ പ്രസവ സമയം എത്തിയ സമയത്ത് എരുമ ഉച്ചത്തിൽ കരയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. നാട്ടുകാരൊക്കെ അവിടെ കൂടുക എന്താ ചെയ്യേണ്ടതെന്ന് നിൽക്കുന്ന സമയത്ത് എരുമ അതിൻ്റെ സമയത്തിന് പോകുന്നത് പ്രസവിക്കുകയും ആ പ്രസവത്തിനെ തുടർന്ന് എരുമ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. എരുമയുടെ കാലിനൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ദൈവം തന്നെ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല അത് ആ ദേശത്ത് മുഴുവൻ വലിയ ഒരു വിശ്വാസത്തിൻ്റെ ഒരു കുത്തൊഴുക്കിലേക്ക് പോവുകയും ചെയ്തു. മാത്രമല്ല അവിടെയുള്ള നിരവധി എനിക്ക് തോന്നുന്നു 20-ലധികം ഹിന്ദു കുടുംബങ്ങൾ പിന്നീട് സ്ഥിരമായിട്ട് ധ്യാനങ്ങൾക്ക് കൂടുവാൻ മാറി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ തമിഴ് ധ്യാനങ്ങൾക്ക് വരികയും 20-ലധികം കുടുംബങ്ങൾ ക്രിസ്തു മതത്തിൽ ചേരുവാനും ഈ സംഭവം ഇടയാക്കി. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മുടെ സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും മരങ്ങളും അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. മാത്രമല്ല ഇതിനകത്തുള്ള ഒരു ഹൈലൈറ്റ്, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒരു താല്പര്യമില്ലാതെ വിശ്വാസമില്ലാതെ എന്നാൽ വിശ്വാസമുള്ള പോലെ പ്രാർത്ഥിച്ച് തിരിച്ചു പോരുന്നു. എനിക്ക് വിശ്വാസത്തിൽ വീഴ്ച സംഭവിച്ചെങ്കിലും കേട്ടുനിന്ന എഴുത്തും വായനയും അറിയാത്ത വിദ്യാഭ്യാസമില്ലാത്ത സഹോദരിയിൽ വിശ്വാസം ജനിക്കുകയും കേട്ടത് അവർ ആ നിമിഷം തന്നെ കാണാതെ പഠിക്കുകയും തുടർന്ന് അവർ എല്ലാ ദിവസവും കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം വന്നിരുന്നിട്ട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ആ ദൈവത്തും ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം കൊടുക്കുന്ന സമയത്ത് എരുമ സമയത്തിന് പൂർണ്ണതയിൽ യാതൊരു വൈദ്യസഹായമില്ലാതെ പ്രസവിക്കുകയും രാവിലെ 7 ലിറ്റർ പാലും വൈകുന്നേരം 5 ലിറ്റർ പാലും 12 ലിറ്റർ പാല് ആ കുടുംബത്തിന് ലഭിക്കും. അത് വിറ്റ് അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ വിശ്വാസവർദ്ധനയ്ക്ക് അത് ഇടയാവുകയും ചെയ്തു. ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ അത്
ഒരു പടിയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ ഏറെ സഹായിച്ചു. പിന്നീട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ദൈവത്തിൻ്റെ പല സൃഷ്ടികളോടും, അത് പശുവാണെങ്കിലും പട്ടിയാണെങ്കിലും മരങ്ങളോടാണെങ്കിലും കടലിലെ മീനുകളോടാണെങ്കിലും ഒക്കെ സുവിശേഷം പ്രസംഗിക്കുവാൻ എനിക്ക് വലിയ ബോധ്യവും വിശ്വാസവും, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്ത സംഭവമായിരുന്നു.